നടുവൊക്കെ ഒടിഞ്ഞു പോകും. എന്നാ പിടിച്ചോ. ഇത് കണ്ടോ, ഈസി ആയിട്ട് എടുക്കാം. എന്നാ ഇതാ ഓ, നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അല്ലേ? 2 കിലോ പോലും താഴെയാ. ഇല്ല, അതാ ഈസിയാ. മുല്ല വെച്ചിട്ടുണ്ട്, ഇവിടെ ചൈന ഡോൾ ഉണ്ട്. 50 കിലോ ഉണ്ട്. എടുത്തോ. ഇതിന് എത്ര വെയിറ്റ് കാണും? 50 കിലോ വേണം. 50 കിലോ വേണം. ഇതോ? അപ്പൊ ഇനി ചെടിയൊക്കെ ഒന്ന് മാറ്റി ഒരു 1.5 കിലോ മീഡിയം വെയിറ്റ് ഉണ്ടാവും. ഇനി വലിയ പാത്രത്തിലേക്ക് മാറ്റിയാൽ വലുതാവും. ഇതൊക്കെ ഞാൻ ആദ്യം കുരുമുളകും ഇതേ മീഡിയത്തിൽ ചെയ്തിരിക്കുന്നതാണ്. അതെ അതെ, അത് പറഞ്ഞു വിചാരിക്കാൻ കെട്ടി വെച്ചേക്കുക. കൃഷി ചെയ്യാനും സ്വന്തമായിട്ടൊരു പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. പക്ഷെ ഭാരമുള്ള മണ്ണെടുത്ത് ആ ചട്ടിയെടുത്ത് മാറ്റണതും ഒക്കെ ആലോചിക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ? എന്നാൽ മണ്ണില്ലാത്തൊരു കൃഷി രീതിയെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഞാനിപ്പോൾ തൊടുപുഴയിലെ നെടിയശാല എന്നുള്ള സ്ഥലത്താണുള്ളത്. ഇവിടെ ഹരി എന്നൊരാൾ നമുക്ക് വേണ്ടി മണ്ണില്ലാ കൃഷിരീതി പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് ഹരിയെ പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഈ മണ്ണില്ലാ കൃഷിരീതിയെക്കുറിച്ച് ഹരിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ എന്താണ് ഈ മണ്ണില്ലാ കൃഷിരീതി? മണ്ണില്ലാ കൃഷിരീതി എന്ന് പറഞ്ഞാൽ കോർപ്പിത്ത് കമ്പോസ്റ്റ്, കൗഡം കമ്പോസ്റ്റ്, എക്സൽ പൗഡർ, നീം കേക്ക്, ക്ലാംഷൽ പൗഡർ എല്ലാം മിക്സ് ചെയ്ത് ഞാൻ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു മീഡിയമാണ്. അത് ഞാൻ ഇട്ടിരിക്കുന്ന പേരാണ് എക്കോത്രൈവ് സോയിൽലെസ് ഗ്രോവിംഗ് മീഡിയ. ഈ പ്രൊഡക്റ്റിന് ഇന്ത്യയിൽ തന്നെ ഇത്ര ഒരു ഗ്രോവിംഗ് മീഡിയക്ക് ഇന്ത്യയിൽ തന്നെ ഏക കൃഷി വകുപ്പിന്റെ അംഗീകാരമുള്ള ഒരു പ്രൊഡക്റ്റ് എന്റേതാണ്. മാർക്കറ്റിൽ ധാരാളം പ്രൊഡക്റ്റുകളുണ്ട് പോട്ടി മിക്സ്. ഇവിടെ മരമുല്ല വെച്ചിട്ടുണ്ട്, റോസ് ഉണ്ട്, ഇലച്ചെടികൾ വെച്ചിട്ടുണ്ട്, ഇവിടെ പച്ചമുളക് ഉണ്ട്. പച്ചമുളകല്ല, കോടാലിമുളക്. കോടാലിമുളക്, ഓക്കെ. അപ്പൊ നമുക്ക് കൃഷി ചെയ്യാൻ, പച്ചക്കറികൾ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും പൂച്ചെടികൾ ഇഷ്ടമുള്ളവർക്കും ഒക്കെ ട്രൈ ചെയ്യാവുന്ന ഒരു സംഭവമാണ് ഈ എക്കോത്രൈവിന്റെ മണ്ണില്ലാ കൃഷി രീതി. അപ്പോൾ നമുക്ക് എപ്പോഴും ഉള്ളൊരു ടെൻഷൻ ഇതാണല്ലോ, മണ്ണ്, ഭാരമുള്ള മണ്ണ് ഒരു കൃഷി ചെയ്യാനുള്ള ചട്ടികളിലേക്ക് നിറയ്ക്കലും അതെടുത്ത് മാറ്റലും പെരുമാറലും ഒക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നുള്ളത്. അപ്പൊ ഇതിന് വെയിറ്റ് കുറവായത് കൊണ്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്ക് നമ്മുടെ ഒരു ചെറിയൊരു ഇടം നമുക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ 2 കിലോ മുതൽ 40 കിലോ വരെയുള്ള പാക്കറ്റ്സിൽ എക്കോത്രൈവ് അവൈലബിൾ ആണ്. അപ്പൊ അതും നമുക്കൊരു സൗകര്യം. ഇപ്പോ പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന കാര്യം പറഞ്ഞു, ഇതിൽ പൂച്ചെടികളും ചെയ്യാറുണ്ടോ? പിന്നെ എല്ലാ ചെടികളും പൂച്ചെടികളും ചെയ്യാം. ഇവിടെ ഇരിക്കുന്ന ഈ ചെടികളെല്ലാം എല്ലാം ഇതിനകത്ത് തന്നെ നിൽക്കുന്ന എക്കോത്രൈവിലാണ്. അതെ അതെ, എടുക്കട്ടെ? എടുത്തു നോക്കിക്കോ. 10-15 കിലോ ഭാരം കാണും. ഇത്ര നിസ്സാരമായിട്ട് എടുക്കാൻ പറ്റുമോ? ഒന്നുകൂടെ നമുക്ക് നോക്കിക്കോ, 3 കിലോ കൂടുതലില്ല ഇതിന്. നിങ്ങൾ കണ്ടല്ലോ, നിസ്സാരമായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന വെയിറ്റേ ഉള്ളൂ ഇതിന്. ഓ, ഒരു 2 കിലോ. എങ്ങനെയാണ് ഈ ഒരു മണ്ണില്ലാ കൃഷി രീതി പരീക്ഷിച്ച് നോക്കണം, അല്ലെങ്കിൽ അതിനെ ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളൊരു തോന്നലിലേക്ക് എത്തിയത്? അത് എനിക്ക് സ്വന്തമായിട്ട് പച്ചക്കറി ഉണ്ടാക്കണ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും എനിക്ക് പച്ചമുളക്, മൂക്കാത്ത പച്ചമുളകാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ്. പക്ഷെ മാർക്കറ്റിലൊക്കെ ചെന്നാൽ ഭയങ്കര എരിവുള്ള പച്ചമുളക് കിട്ടുള്ളൂ. എരിവില്ലാത്ത പച്ചമുളക് മോരിനകത്ത് ഇങ്ങനെ ഞെരടി കഴിക്കണം എന്റെ ഏറ്റവും ഫേവറേറ്റ് പരിപാടി. അത് പഴകഞ്ഞിക്കകത്ത്. പക്ഷെ എരിവ് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ കൊള്ളില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ പരപ്പുറത്തൊക്കെ ഇത് കൊണ്ടുപോയി ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ എനിക്ക് എന്റെ വീടിന്റെ മുകളിലേക്ക് കയറാൻ ടെറസൊന്നുമില്ല, സ്റ്റെയർകേസ് ഒന്നുമില്ലായിരുന്നു. അപ്പൊ എങ്ങനെ ഭാരമില്ലാതെ ഇത് ഉണ്ടാക്കാന്നുള്ളത് കുറെ ഗവേഷണം, ഒരു 10-15 വർഷത്തെ പരിപാടിയുടെ ഗവേഷണത്തിന്റെ അവസാനമാണ്. ഇതൊരു ചെടിക്ക് വളരാനായിട്ട് ഇത്രയും മതി. ചെടിക്ക് ആഹാരവും ജലവും കിട്ടിയാൽ മതി. ഇഷ്ടം പോലെ മീഡിയം വേണമെന്നൊന്നും മണ്ണ് വേണമെന്ന് നിർബന്ധമില്ല. ഇത് പിടിച്ചോ, കൈ പിടിച്ചോ. 2 കിലോ അങ്ങനെ പോകുന്നില്ല, 2 കിലോയേ ഉള്ളൂ. ഈ 2 കിലോയിലാണ് മിക്സർ നിൽക്കണേ. താങ്ങാൻ പറ്റാത്ത ഭാരം വല്ല ഉണ്ടോ? ഇല്ല. അപ്പൊ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന കാര്യമാണ്. ഇനി വെയിറ്റ് ആണ്, മണ്ണ് ഭാരം എടുത്ത് പൊക്കാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെയുള്ളവരാരും, കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരാരും കൃഷി ചെയ്യാതിരിക്കേണ്ട. നമ്മുടെ സ്വന്തം ടെറസിൽ ചെയ്യാം. ഇത് ഇത്രേ ഭാരമേ ഉള്ളൂ. നമുക്ക് ഈസി ആയിട്ട്
വളരെ എളുപ്പത്തിൽ ഇതാ ഒറ്റ കൈകൊണ്ട് എടുത്ത് നമുക്ക് കൊണ്ടുപോകാവുന്ന കാര്യമേ ഉള്ളൂ. ഇവിടെ മുരിങ്ങ വരെ ചട്ടിയിൽ ഈ ഗ്രോയിങ് മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ടെറസിൽ നമ്മുടെ ആവശ്യത്തിനുള്ള ഒരു മുരിങ്ങ അല്ലെ, നമുക്ക് ഇലക്കറി ഉപയോഗിക്കണം തോന്നുമ്പോൾ എടുക്കാവുന്ന സൗകര്യത്തിൽ അല്ലേ. സാമ്പാറിനൊക്കെ അടു ഓർക്കുമ്പോ മുരിങ്ങയില കൂടി ഇടാം. അതെ, ആ മുരിങ്ങയില ആയിരുന്നു പൊക്കി നോക്കാവുന്ന ചോദിക്ക്. 50 കിലോ കാണും. 5 കിലോ വെയിറ്റ് കാണും. 50 കിലോ കാണും. 50 കിലോ കാണും. പൊക്കാവോ ഇതോ? അപ്പൊ ഇനി ചെടിയൊക്കെ ഒന്ന് മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാളുടെ സഹായം വേണം. അങ്ങനെയുള്ള ആവശ്യമില്ല. ഈ മീഡിയം ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എവിടേക്ക് വേണമെങ്കിലും മാറ്റി വെക്കാവുന്നതേ ഉള്ളൂ അല്ലേ. അത്രേ ഉള്ളൂ. ഓൺലൈനിൽ ഒത്തിരി പേര് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഗുണനിലവാരത്തെ ഉറപ്പുവരുത്തി ഏതെങ്കിലും സംസ്ഥാന ഗവൺമെന്റോ സെൻട്രൽ ഗവൺമെന്റോ ലൈസൻസ് നൽകണം. അതിന് ഇന്ത്യ ഗവൺമെന്റിന് ഒരു നയമുണ്ട്. അതാണ് ഫെർട്ടിലൈസർ കൺട്രോൾ ഓർഡർ 1985. അതിനകത്ത് ഓർഗാനിക് മാനുവറിന്റെ സ്പെസിഫിക്കേഷൻ എല്ലാം ഫുൾഫില്ല് ചെയ്താണ് ഞാൻ ഇതിന്റെ പ്രകാരം നിയമപ്രകാരമുള്ള എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് ഞാൻ മാർക്കറ്റ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റിൽ ഒത്തിരി പ്രൊഡക്റ്റ് ഉണ്ട്. പൊട്ടി മിക്സ്, സോയിൽലെസ് അല്ല മണ്ണ്, ഇങ്ങനെ പലതും ഉണ്ട്. പക്ഷെ ലൈസൻസ് നമ്പർ എഴുതി വെച്ചിരിക്കുന്ന മറ്റൊരു പ്രൊഡക്റ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇതിന്റെ ഗുണനിലവാരം കീപ്പ് ചെയ്തില്ല എങ്കിൽ ഒരു ക്വാളിറ്റി കൺട്രോളർ എന്നെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ 6 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും കൊടുക്കുന്ന കുറ്റവാളിയായി മാറും. ഇതിപ്പോ നമ്മൾ ഒരു സീസണിൽ വെച്ചു, ഇപ്പൊ ഈ വർഷം നമ്മൾ ഒരു പച്ചക്കറി വെച്ചു, അപ്പൊ പിന്നെ അത് മാറ്റണോ? അല്ല, ആ പച്ചക്കറി പോയി കഴിഞ്ഞാൽ അടുത്ത പച്ചക്കറി അതിനകത്ത് നട്ടു വെക്കാം. അല്ല, സെയിം മീഡിയത്തിൽ തന്നെ ചെയ്തു വെക്കാം. അഡീഷണൽ ആയിട്ട് ഈ മീഡിയം കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നു മാത്രം. പിന്നെ എക്സ്ട്രാ വളമൊക്കെ അത് വളം കൊടുക്കാം. NPK കൊടുത്താൽ മതി. അത് ഓരോ ചെടിയുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള NPKയുടെ കണക്കൊക്കെ പ്രാക്ടീസ് ആൻഡ് പാക്കേജിലുണ്ട്. അത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഇത് റീയൂസ് തന്നെ ചെയ്യാം. പിന്നെ തീർച്ചയായിട്ടും നോർമൽ മണ്ണിലും കൃഷി ചെയ്ത് ശീലിച്ചിട്ടുള്ള ഒരാളാണല്ലോ. അതെ അതെ. അതും ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം. പക്ഷെ നമ്മുടെ നാട്ടിലെ മണ്ണിന് പ്രശ്നമുണ്ട്. ഇവിടെ ഭയങ്കര മഴ അങ്ങ് മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഭയങ്കര ഹെവി ഡ്രെയിൻ. ഈ സമയത്ത് പച്ചക്കറിക്കെല്ലാം 90 ദിവസത്തെ ആയുസുള്ളൂ. ഇവർക്ക് ഇതിന്റെ ആഹാരം തേടി പോകുന്ന റൂട്ട്സ് ഒക്കെ വളരെ ദുർബലത. ഡ്രെയിൻ ആയി കഴിഞ്ഞാൽ ഈ തറഞ്ഞ മണ്ണിലൂടെ പായാൻ പറ്റില്ല. പക്ഷെ തമിഴ്നാട്ടിലോ വെള്ളം കയറി ലൂസാവും. പക്ഷെ നമ്മുടെ നാട്ടിലെ മണ്ണില് ഉറച്ച മണ്ണിലാണ് പച്ചക്കറി ഭയങ്കര പരാജയം. ഭയങ്കര വൻമരങ്ങളെല്ലാം സൂപ്പറാ, പക്ഷെ പച്ചക്കറി ഭയങ്കര പരാജയം. 100 ദിവസം പ്രായമുള്ളൊരു ചെടിക്ക് ഈ തറഞ്ഞ മണ്ണില് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവര് ഭയങ്കരമായിട്ട് വിഷമിച്ചു പോകും. നമുക്ക് നല്ല റിസൾട്ട് കിട്ടില്ല. അതാണ് എന്റെ ഒരു പ്രശ്നം. ഈ കുരുമുളക് ഇതൊക്കെ എടുത്തു നോക്കൂ. ഈ കുരുമുളകൊക്കെ വന്ന് നോക്കിക്കേ. ഇതൊക്കെ ഞാൻ ഇതിനകത്ത് കട്ട് ചെയ്ത് വെച്ചേക്കണ. ഇതൊക്കെ എടുത്ത് നടാൻ സമയമൊന്നും കിട്ടാത്തോട്ട് അങ്ങനെ വെച്ചേക്കണ. അതേ കുരുമുളകിനൊക്കെ വേര് പിടിച്ചൊന്ന് നോക്കി. ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ വെക്കണ. അതുണ്ടോ, കുരുമുളകിനൊക്കെ നിറയെ വേര് വന്നേക്കുന്നു. ഇത് വലിയ ചട്ടിയിലേക്കോ മണ്ണിലേക്കോ കൊണ്ട് വെച്ചാൽ മതി. കുരുമുളകെല്ലാം അടിച്ചു കയറി പോകും. ഈ മണ്ണിലും ഇപ്പോ ഈ ഒരു എക്കോ ത്രൈവിലും കൃഷി ചെയ്തിട്ടുള്ള സക്സസ് റേറ്റ് എങ്ങനെയാണ്? ഇപ്പോ മണ്ണിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ 10% ആണെങ്കിൽ എക്കോ ത്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ 100% ആയിരിക്കും. ഇപ്പൊ എത്ര വർഷമായി എക്കോ ത്രൈവില് ഈ ചെയ്യാൻ തുടങ്ങി? 3 വർഷമായി കൃഷി സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ പച്ചക്കറികളാ? നമുക്ക് ആവശ്യമുള്ള പച്ചമുളക്, തക്കാളി, വഴുതന, വെള്ളരിക്ക, കുമ്പളങ്ങ, എല്ലാ തരം പച്ചക്കറികളും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഇപ്പൊ കാരറ്റ് ഉണ്ടാക്കുക, ബീൻസ് ഉണ്ടാക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥ, ഞാൻ ഈ തൊടുപുഴക്കാരനാണ്. ഇവിടെ കാരറ്റും ബീൻസും കാബേജും കോളിഫ്ലവറും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടെ ഇപ്പൊ പയറുണ്ടാക്കാം. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമുക്ക് ഇവിടെ പയറുണ്ടാക്കാം, പച്ചമുളക് ഉണ്ടാക്കാം, വഴുതന ഉണ്ടാക്കാം, പയറുണ്ടാക്കാം. പിന്നെ നമുക്ക് ചെറിയ കുക്കുംബർ അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാകാം. നമുക്ക് ആവശ്യമുള്ള കുറെ സാധനങ്ങൾ ഉണ്ടാക്കാം. ചേന ഉണ്ടാക്കാം, ചേമ്പുണ്ടാക്കാം. ഇപ്പോ മുല്ല വെച്ചിട്ടുണ്ട്. ഇവിടെ ചൈന ഡോൾ ഉണ്ട്. എടുത്തു നോക്കിയോ, 50 കിലോ എടുത്ത പോകെ നടുവൊക്കെ ഒടിഞ്ഞു പോകും. എന്നാ പിടിച്ചോ. ഇത് കണ്ടോ, ഈസി ആയിട്ട് എടുക്കാം. എന്നാ ഇതാ. ഓ, നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അല്ലേ. 2 കിലോ പോലും താഴെയാ. ഇല്ല, അതാ ഈസിയാ. ഇതുപോലത്തെ പച്ചക്കറികൾ ചെറിയ ചെടികൾ മാത്രമാണോ, അത് കുറച്ച് വലുപ്പം വെക്കുന്ന ചെടികൾ വെക്കാൻ പറ്റുമോ? ഇപ്പൊ പപ്പായയോ അങ്ങനെയൊക്കെ നമുക്ക് എക്കോ ത്രൈവില് യൂസ് ചെയ്ത് പപ്പായൊക്കെ ചെയ്യുമ്പോൾ ചെയ്യേണ്ടറിയോ, നമ്മളിപ്പോ റെഡ് ലേഡി എന്നൊക്കെ പറഞ്ഞ് ചെറുത് വരുന്നുണ്ട്. ഇതിനെല്ലാം നമ്മൾ ഒരു 6 ഇഞ്ച് പോട്ടില് ഒരു 1/2 കിലോ മിക്സ് ഉപയോഗിച്ച് ഒരു 6 മാസം ഒരു മാസം വളർത്തുക. അത് കഴിഞ്ഞിട്ട് 6 ഇഞ്ച് പോട്ടിൽ നിന്ന് 8 ഇഞ്ച് പോട്ടിലേക്ക് 1 മാസം കൂടി എടുത്ത് വളർത്തുക. അപ്പോഴത്തേക്ക് 2 അടി പൊക്കാവും. അപ്പൊ നമ്മൾ മണ്ണിലേക്ക് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ പിന്നെ കളകൾക്കൊന്നും ആക്രമിക്കാൻ പറ്റില്ലാത്ത രീതിയിലേക്ക് അവർ ഗ്രോത്ത് എടുത്തിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ അവരങ്ങ് ഗ്രോത്ത് എടുത്തു. പിന്നെ നമ്മൾ ചട്ടി തന്നെ വളർത്തണോ അതോ? അല്ലല്ല, 2 അടി പൊക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മണ്ണിലേക്ക് വെച്ചാൽ മതി. കാരണം അപ്പൊ പിന്നെ കഴിഞ്ഞിട്ട് നമുക്ക് മണ്ണിലേക്ക് കളകൾക്കൊന്നും ആക്രമിക്കാൻ പറ്റില്ലാത്ത ഉയരത്തിലാവും അവര്. വാഴ പോലും അങ്ങനെ ചെയ്യാം.
വാഴ അങ്ങനെ ചെയ്യാം. പിന്നെ ടിഷ്യൂ കൾച്ചർ വാഴയൊക്കെ ഞാൻ അങ്ങനെ ചെയ്ത് താഴേക്ക് നിൽപ്പുണ്ട്. എനിക്ക് 20-25 കിലോ വരെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ടിഷ്യൂ കൾച്ചറും ഇതുപോലെ ചട്ടിയിൽ വെച്ചു. ആദ്യമേ ഒരു ടിഷ്യൂ കൾച്ചർ ഞാൻ 6 ഇഞ്ച് ബോട്ടിൽ ആദ്യം ഒരു മാസം വളർത്തും. രണ്ടാമത് 8 ഇഞ്ച് ബോട്ടിലേക്ക് ഞാൻ രണ്ടാമത്തെ മാസത്തിൽ മാറ്റി വയ്ക്കും. അത് കഴിഞ്ഞ് രണ്ടാമത്തെ മാസം കഴിയുമ്പോൾ ഞാൻ അതിനെ കുഴി കുത്തി അതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് എനിക്ക് 18 മുതൽ 25 കിലോ വരെ ആണ് റിസൾട്ട് കിട്ടിയത്. ഇത് തൈ വെച്ചതാണോ അതോ കൊമ്പ് കുറിച്ച് വെച്ചത്? കമ്പ് കട്ട് ചെയ്ത് വെച്ചതാ. ഒരു 3 മാസം മുമ്പൊക്കെ ഒരു കമ്പ് കട്ട് ചെയ്ത് വെച്ചതാ. ഒരു 1.5 കിലോ മീഡിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇനി ഞാൻ വലിയ പാത്രത്തിലേക്ക് മാറ്റിയാൽ വലുതാവും. ഇതൊക്കെ ഞാൻ ആദ്യം ഇങ്ങനെ ഒരു 250 ഗ്രാമൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ആദ്യം നട്ടു വെക്കും, കമ്പൊക്കെ കട്ട് ചെയ്ത്. പിന്നെ വേര് പിടിച്ച് വന്നു കഴിയുമ്പോൾ വേറെ അടുത്ത പാത്രത്തിലേക്ക് മാറ്റി വെക്കും. അത്രേ ഉള്ളൂ. മണ്ണിലേക്ക് ഇറക്കി വെച്ചാൽ അത് നന്നായിട്ട് വന്നോളും. അപ്പൊ പൂച്ചെടികൾ ഇഷ്ടമുള്ളവർക്കും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണേ. ഒരു 3 കിലോ വേണം. 3 കിലോ അല്ല, ഈസിയാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ളത്. മാത്രമല്ല ഇതിൽ ചെടി വളരുന്നത് കണ്ടാൽ തന്നെ നമുക്കറിയാം അത് ആ ഗ്രോയിങ് മീഡിയത്തിന്റെ ഒരു ഗുണം തന്നെയാണെന്നുള്ളത്. മണ്ണിൽ വളരണതും അതിലാ വേരുകൾ പടർന്ന് പിടിച്ചിരിക്കണത് കണ്ടാൽ തന്നെ അറിയാം നമുക്ക്. വളരെ ചെറിയ അളവില് 2 കിലോ ഉപയോഗിച്ചിട്ടുള്ളൂ. അതെ, നന്നായിട്ട് വളരും. ചെടി നിക്കണ കാണുമ്പോ തന്നെ അത് മനസ്സിലാവുന്നുണ്ട്. 2 കിലോ മതി ഒരു ചെടി വളരാൻ. ചെടിക്ക് പോഷകങ്ങൾ കൊടുക്കണം, വേണേലും ഉണ്ടാക്കാം. പച്ചക്കറികൾ മാത്രമല്ല ഫ്രൂട്ട്സും ചെയ്യാവുന്നതാണ്. അത് പേരയ്ക്ക ഉണ്ടായി നിൽക്കുന്നുണ്ടോ? അത് നോക്കിക്കേ, പേരയ്ക്ക ഉണ്ടായി നിൽക്കുന്നുണ്ട്. എടുത്താ പൊങ്ങോ നോക്കി. ഇത്ര ചെറിയ ചട്ടിയിൽ വെക്കാൻ പറ്റും അല്ലേ? പേരയ്ക്കൊക്കെ വരെ വെക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് സാഹചര്യങ്ങളില്ല, അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് സൗകര്യങ്ങളില്ല എന്നുള്ളതല്ല, നമ്മളത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ പോയിന്റ്. അപ്പൊ എല്ലാവരും യൂസ് ചെയ്യുക. കുരുമുളക് വരെ ഇതേ ഗ്രോയിങ് മീഡിയത്തിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് വെയിറ്റ് ഇല്ലാത്ത കാരണം മറഞ്ഞു പോകാതിരിക്കാൻ അതിൽ കെട്ടി വെച്ചിരിക്കുകയാണ്. നല്ല രസമല്ലേ കാണാൻ? അപ്പൊ നമ്മുടെ വീട്ടുമുറ്റത്തും ഇതുപോലെ ഒന്നും ആയിക്കൂടെ അല്ലേ? എല്ലാവരും ട്രൈ ചെയ്യൂ. നല്ലൊരു മീഡിയം ആണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്തു. ഇത് പച്ചക്കറിയൊക്കെ കാണുമ്പോഴും അതുണ്ടാക്കിയ ആള് അത് ആ ഒരു ഗ്രോയിങ് മീഡിയം വെച്ചിട്ട് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്നു. 3 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൾക്ക് പരിചയമുള്ള ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക. നല്ലൊരു പച്ചക്കറിത്തോട്ടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ താങ്ക് യു.